അറിയാമല്ലോ. കാരണം സിനിമാ ഫീൽഡ് എന്ന് പറയുന്നതിനകത്തൊരു എന്താ പറയുക, വളരെ എന്താ പറയുക, എല്ലാവരും വളരെ എന്താ പറയുക, ക്യാരവാനും എ സിയിലും ഒക്കെ ഇരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ വെയിലും മഴയൊക്കെ കൊണ്ട് ചെളിക്കകത്തൊക്കെ ഇറങ്ങി ചെയ്യുന്ന ഒരു പണിയിലേക്ക് പോകുക എന്ന് പറയുന്നത് രണ്ടും വൈരുദ്ധ്യമായ ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്താ പറയുക, ഒരു ഹൈഫൈ സ്റ്റൈലിൽ പോകുന്നതും ഏറ്റവും ഡൗൺ ബർത്തായിട്ടുള്ളതുമായ ഒരു വ്യത്യാസത്തിലേക്കുള്ള ഒരു മാറ്റം രണ്ടും കൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു ഭാഗ്യം. പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷം കുറച്ചായില്ലേ സിനിമാ നടനായിട്ട് താന്നും പൊങ്ങിയൊക്കെ നിൽക്കുന്നു. അതിൽ ഇപ്പോഴും എനിക്കിപ്പോൾ ക്യാരക്ടർ വേഷം ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ആ ക്യാരക്ടർ വേഷത്തിൽ നമ്മളൊരു ചെറിയൊരു വില്ലൻ ആ ടൈപ്പിലുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോൾ ചെയ്തത്. അതാ പറഞ്ഞത്, ഇന്ന് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അപ്പോൾ അവരത് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാർട്ടാവുക എന്ന് പറയുന്നത് ഒരു ലക്കാണ്. അതിൽ ഞാനൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരു ലക്കാണ്. ഹലോ എവരിവൺ, ഏവർക്കും പരിചയമുള്ള ഒരു നടനാണ് നമ്മുടെ ഒപ്പമുള്ളത്. അത് മറ്റാരുമല്ല, കൃഷ്ണപ്രസാദ് ചേട്ടനാണ്. ചേട്ടാ, വെൽക്കം ടു മാപ്സ്റ്റേക്ക് മീഡിയ. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? പുതിയൊരു പടം ചെയ്തിട്ടുണ്ട്. അത് റിലീസാണ് ജൂൺ 7. മായമ്മ എന്നാണ് പടത്തിൻ്റെ പേര്. ഒരു പഴയ കാലഘട്ടത്തിൻ്റെ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതില് ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി പറയാം. എൻ്റെ ക്യാരക്ടർ ശേഖരൻ എന്നാണ്. ഞാൻ ശരിക്കും വില്ലനായിട്ടാണ്. ഈ പടത്തിലെ മെയിൻ വില്ലൻ ഞാനാണ്. അപ്പം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത്. പണ്ട് ചെയ്തിട്ടുണ്ട്. മിഴികൾ സാക്ഷി എന്നൊക്കെ പറഞ്ഞ പടത്തിൽ മോഹൻലാൽ ചെയ്ത സുകുമാരിയമ്മ മെയിൻ ലീഡ് റോൾ ചെയ്ത ആ പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അതാണ്. എന്നാലും ഒരു കുറേ വർഷം. അതെ 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 അതെ. എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ചേട്ടനിലോട്ട് എത്തുന്നത്? അല്ല, അത് ഡയറക്ടർ പിന്നെ അദ്ദേഹം രമേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സജഷനാണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴും ഞാനും ചോദിച്ചു ഇതിനകത്ത് ഞാൻ ചെയ്യണം. അപ്പോൾ പറഞ്ഞൊരു സിമ്പിളൻ ഒരു നമ്പൂതിരിയുടെ ഒരു ക്യാരക്ടറാണ്. ആ നമ്പൂതിരിയിലുണ്ടാകുന്ന ചില എല്ലാവർക്കും ഉണ്ടല്ലോ നല്ലതും ചീത്തയും. അപ്പോൾ ആ ചീത്ത സ്വഭാവത്തിലുള്ള ചില മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്നാലും ഒരു വില്ലൻ ക്യാരക്ടർ വരാന്നൊക്കെ ഇപ്പൊ ഈ അടുത്ത ചേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്നൊക്കെ വരുമ്പോ അച്ഛൻ ക്യാരക്ടറാണ്. അത് ഭയങ്കര മനസ്സില് അത് മറ്റേ ഷെഫീഖിന്റെ സന്തോഷം അങ്ങനത്തെ സിനിമയിലൊക്കെ ഭയങ്കര മഹാവീര്യരിലൊക്കെ നല്ല ഭയങ്കര ചേഞ്ച് ആയിരുന്നല്ലോ. ഇതുവരെ ക്യാരക്ടർ അങ്ങനെ ചേഞ്ച് വന്നല്ലോ. അതേപോലെ ഒരു ചേഞ്ച് ഈ വില്ലൻ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റും. പ്രതീക്ഷിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വർഷം കുറച്ചായില്ലേ സിനിമാ നടനായിട്ട് താന്നും പൊങ്ങിയൊക്കെ നിൽക്കുന്നു. അതിൽ ഇപ്പോഴും എനിക്കിപ്പോൾ ക്യാരക്ടർ വേഷം ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ആ ക്യാരക്ടർ വേഷത്തിൽ നമ്മളൊരു ചെറിയൊരു വില്ലൻ ആ ടൈപ്പിലുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പൊ പണ്ട് മുതൽ കുറേ സിനിമയിൽ ചേട്ടൻ ചെറിയ വലിയ റോളായിട്ട് ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ സിനിമയും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ സിനിമയിലെ മെയിൻ കണ്ട ഡിഫറൻസ് എന്താണ്? അല്ല, ടെക്നോളജിയുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട്. അതിൽ ഇപ്പോൾ പണ്ട് ഞങ്ങൾക്ക് ഫിലിം റോളാണ്. അത് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിവെൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് എക്സ്പോയി. അപ്പം ഇന്നതല്ലോ, നമുക്ക് ചിപ്പ് കൊണ്ട് കാര്യങ്ങളിൽ എത്ര വേണേലും റീഷൂട്ട് ചെയ്യാം, റീടേക്ക് ചെയ്യാം. അന്നൊക്കെ റീടേക്ക് ചെയ്യാന്ന് പറയുന്നതൊക്കെ വലിയ ഭയങ്കര ടെൻഷൻ മാത്രമല്ല, ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറയുന്ന ഫിലിം എക്സ്പോസ് ആവുന്നതിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കാലഘട്ടം, അതാ ഞാൻ പറഞ്ഞത്, ആ കാലഘട്ടവും നമുക്ക് പരിചിതമായി, പുതിയ കാലഘട്ടവും പരിചിതമായി. അതെ, രണ്ട് കാലഘട്ടത്തെ സിനിമകളായിട്ട്. അതെ അതെ അതെ. ഇപ്പോൾ ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും അല്ല, അതാ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതല്ലേ എപ്പോഴും നമുക്കും നല്ലതാവാൻ. ഇപ്പൊ ഈ ഒരു സിനിമയില് ഇപ്പൊ അതിന്റെ ടൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കുറെ വിശ്വാസവും അതെ 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 ഇല്ലവും പുള്ളുവനും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. അതെ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഇപ്പൊ നമ്മള് പൊതുവെ എന്ന് പറയുമ്പോ ആൾക്കാർക്ക് പഴയ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരു മൂവിയാണ് ഈ സിനിമ. അങ്ങനത്തെ ഒരു പടമാണ്.
അതാ ഞാൻ പറഞ്ഞ ഒരു 80s 90s ഒക്കെ ആ കാലഘട്ടത്തിൻ്റെ ഒരു സംഭവമാണ്. ആ കാലഘട്ടം അതാ പറഞ്ഞ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അപ്പോൾ അവരത് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാർട്ടാവുക എന്ന് പറയുന്നത് ഒരു ലക്കാണ്. അതിൽ ഞാനൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരു ലക്കാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പാടായി തോന്നിയത്? വില്ലൻ ക്യാരക്ടറാണോ അതോ ഭയങ്കര സാധാരണ ക്യാരക്ടറാണോ? ഇല്ല, എപ്പോഴും നമുക്ക് വിജയിപ്പിക്കുക എന്ന് പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ളത് സോഫ്റ്റായിട്ട് ചെയ്യണം. ഏറ്റവും സോഫ്റ്റായിട്ട് ചെയ്യുന്ന, കാരണം അതിൻ്റെ അളവ് മാറിയാൽ വളരെ ഇതാണ്. കോമഡി ആയാലും ആക്ഷൻ ആയാലും നമുക്ക് എത്ര വേണേലും എന്താ പറയുക ഓവറായിട്ട് ചെയ്യാം, പിന്നെ അത് കൺട്രോൾ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം, ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വളരെ സൂക്ഷിക്കണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഇപ്പൊ വലിയ വലിയ അച്ഛൻ ക്യാരക്ടർ പറയുകയും ചെയ്തു. അപ്പൊ അവര് മോഹൻലാലാണെങ്കിലും അങ്ങനെ ഒരുപാട് വലിയ ആക്ടേഴ്സിനൊക്കെ ഇപ്പൊ അഭിനയിച്ച ഒരാളാണ്. അപ്പൊ ഇപ്പൊ അച്ഛൻ ക്യാരക്ടറും ചെയ്തപ്പോ ഭയങ്കര എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ? അല്ല, എനിക്ക് ഇപ്പൊ ഉണ്ണിമുന്തന്റെ ബാപ്പയായിട്ട് വരെ അഭിനയിച്ചില്ലേ. അപ്പം അത് എനിക്കൊരു, പിന്നെ ഒരു കാര്യമുണ്ട്, പടത്തിന്റെ വിജയമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം. നമ്മൾ ചെയ്യുന്ന വേഷം വലുതാവട്ടെ ചെറുതാവട്ടെ അത് ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് പടത്തിൻ്റെ വിജയമാണ്. വിജയിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്ത് നായകനാവട്ടെ നായികയാവട്ടെ അതാരും കാണുന്നില്ല. പടം വിജയിക്കണം. പടത്തിൻ്റെ വിജയമാണ് അതിൻ്റെ എന്താ പറയുക ഡെപ്ത് നമുക്ക് കൂടുതൽ എത്തിക്കുക. പിന്നെ ചേട്ടനെ വെച്ച് നോക്കുമ്പോ ആക്ടർ മാത്രല്ല ഒരു കൃഷിക്കാരനാണ്. ഇപ്പത്തെ ഒരു കാലത്ത് ഒരു കൃഷി ഇങ്ങനെ എന്താ പറയുക നിലനിർത്തുന്ന ഒരാളെന്ന നിലയിൽ എന്താ പറയാനുള്ളത്? അറിയാമല്ലോ, കാരണം സിനിമാ ഫീൽഡ് എന്ന് പറയുന്നതിനകത്തൊരു എന്താ പറയുക വളരെ എന്താ പറയുക എല്ലാവരും വളരെ എന്താ പറയുക ക്യാരവാനും AC-ലും ഒക്കെ ഇരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ വെയിലും മഴയൊക്കെ കൊണ്ട് ചെളിക്കകത്തൊക്കെ ഇറങ്ങി ചെയ്യുന്ന ഒരു പണിയിലേക്ക് പോകുക എന്ന് പറയുന്നത് രണ്ടും വൈരുദ്ധ്യമായ ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്താ പറയുക ഒരു ഹൈഫൈ സ്റ്റൈലിൽ പോകുന്നതും ഏറ്റവും ഡൗൺ ബർത്തായിട്ടുള്ളതുമായ ഒരു വ്യത്യാസത്തിലേക്കുള്ള ഒരു മാറ്റം രണ്ടും കൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു ഭാഗ്യം. കാരണം നമ്മുടെ ഇപ്പത്തെ കാലത്ത് അങ്ങനെ കൃഷിക്കാരെന്ന് പറഞ്ഞ ഒരാൾക്കാർ ഇല്ലാണ്ടാവുന്ന ഒരു യൂത്ത് ഒട്ടുമില്ല. പഴയ ആൾക്കാരേ ഉള്ളൂ ഇപ്പോൾ ഉള്ളതിൽ കുറച്ചത്, അത് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ഇതിലെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. കാരണം ഇതുകൊണ്ടൊന്നും ഒരു വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വലിയ പ്രോഫിറ്റ് കിട്ടാത്തൊരു മേഖലയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടണ്ടേ. അപ്പം അതും കിട്ടാതെ വന്നാൽ അത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് നേരിട്ട് മനസ്സിലാവില്ല ആ ഒരു ആൾക്കാരുടെ അവസ്ഥ എന്താണ്. പക്ഷെ സിനിമയിലൂടെ ആണെങ്കിലും കൃഷിക്കാരുടെ കുറേ പ്രശ്നങ്ങളും അവരുടെ ആത്മഹത്യകളും കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സെയിം പോലെ ദുരിതമാണോ? ഒരു 90% അങ്ങനെ തന്നെ ദുരിതം തന്നെയാണ്. കാരണം ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ വളരെ ഡൗൺ ബർത്തായിട്ടുള്ള ഈ പറഞ്ഞ പഴയകാല ആൾക്കാരാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് പേരേ ഉള്ളൂ കുറച്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിയെല്ലാം പഴയ ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു ബാങ്ക് ലോണാണ് ഈ പൈസ ആയിട്ട് തരുന്നെന്ന് പോലും തിരിച്ചറിയാൻ നമ്മളെപ്പോലെ ഒരാൾ പറഞ്ഞപ്പോൾ തിരിച്ചറിയുന്ന ആൾക്കാരാണ്. ബാങ്കിൽ ചെന്ന് പൈസ തരുമ്പോൾ ആ പൈസ കിട്ടുന്നത് അവർ പറയുന്നത് ഒപ്പിട്ട് കൊടുക്കുന്നു. അത് ലോൺ നമ്മൾ കൊടുത്ത ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിൻ്റെ വില തരുന്നത് ലോണായിട്ടാണ് തരുന്നതെന്ന് പോലും അറിയാത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവരെ അവരെ എന്താ പറയുക അവരൊക്കെ പാവങ്ങളെ കളിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതിലാണ് നമ്മളതിനകത്ത് റിയാക്ട് ചെയ്തത്. അത് ശരിയല്ല എന്നുള്ള ഒരു റിയൽ ഫാക്ടർ നമ്മൾ തുറന്നു പറഞ്ഞു. ഇപ്പോൾ പിന്നെ നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതെ, ഇപ്പോൾ
ചേട്ടനാണെങ്കിലും പല പല കാലഘട്ട ഓഡിയൻസിനെ അതെ അറിയാം. അതെ ഇപ്പത്തെ ഓഡിയൻസിനെ വെച്ച് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അവര് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ടൈപ്പ് ഏതായിരിക്കുന്നത്? ഒരു ഹൊറർ ആക്ഷൻ അങ്ങനത്തെ ഒരു മൂവിയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് ആ ഒരു ഇതാണ്. പിന്നെ ഫൺ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, പണ്ടെന്ന് പറയാൻ ഒരു ഇൻ്റർനാഷണൽ മൂവി കാണണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവിടോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഹോളിവുഡ് പടമൊക്കെ നമ്മളിവിടെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെടുക്കുമായിരുന്നു. ഇപ്പോൾ അതല്ല, അതൊക്കെ വിതിൻ സെക്കൻഡ് നമ്മുടെ കൈവെള്ളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരെയും കളിപ്പിക്കാൻ പറ്റിയല്ല. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ടെക്നോളജി വ്യൂവേഴ്സിനുണ്ട്. ടെക്നോളജിയെ പറ്റിയുള്ള ഗ്രാഹ്യം ഒരു സിനിമയിലെ ഒരു ടെക്നീഷ്യനേക്കാൾ കൂടുതൽ ഇത് ചിലപ്പം ആ കാണുന്ന ഓഡിയൻസിനുണ്ട്. ഈ OTT റിലീസ് ഒക്കെ അതെ 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 അത് മാത്രമല്ല റിവ്യൂകളും ഒരുപാട് ആൾക്കാര് പറയുന്ന റിവ്യൂകളും അതെ അതെ ശരിക്കും ഈ OTT മൂവി കാണാൻ അല്ലെങ്കിൽ റിവ്യൂകളൊക്കെ ശരിക്കും സിനിമനെ നശിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഈ ബിസിനസ് ആണല്ലോ ഇത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഈ സാറ്റലൈറ്റും ഇല്ല, ഒന്നുമില്ല, തിയേറ്റർ കളക്ഷൻ മാത്രമാണ്. പിന്നെ ഓഡിയോ റൈറ്റ് ആണ് പിന്നെ ഉള്ളതെന്ന്. അത് കഴിഞ്ഞിപ്പോൾ ഓഡിയോ റൈറ്റ് ഇല്ല, ഇതൊന്നുമില്ല. പിന്നെ അത് സാറ്റലൈറ്റ് വന്നു. ഇപ്പോൾ OTT ആയി, ഔട്ട്സൈഡ് ഇത് വന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ കോസ്റ്റ് കൂടി. പണ്ടുള്ള പടത്തിൻ്റെ എത്രയോ ഇരട്ടി ചിലവാണെന്നറിയോ സിനിമ ഇപ്പം ചെയ്തു പറഞ്ഞെങ്കിൽ. ഒരു ചെറിയ പടം പോലും വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പടത്തിന് ഇതുപോലുള്ളൊരു റിട്ടേൺ കിട്ടുമെന്നും പറഞ്ഞാണ് എല്ലാവരും പടം എടുക്കുന്നത്. പക്ഷേ 100-ൽ ഒരു 5% കൂടുതൽ പടങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ റിവ്യൂകളും കൊണ്ടും കുറെ പടങ്ങൾ നശിച്ചു പോകുന്ന അത് ഉണ്ട്. അത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പടം കാണാതെ റിവ്യൂ ചെയ്യുന്നതിനോട് യോജിപ്പില്ല. പടം കണ്ടിട്ട് റിവ്യൂ ചെയ്യാം, പടം കാണാതെ പറയരുത്. കാണാതെ നമ്മൾ എന്താ പറയുക, കണ്ണടച്ച് നമ്മളൊരു മാവേലിട്ട് എറിയുന്നതിനേക്കാൾ മാങ്ങ കണ്ട് എറിയും, അതാണ് നല്ലത്. അല്ലാതെ വെറുതെ ഒരു എറിയുന്നതിനോട് താല്പര്യമില്ല. ഇപ്പൊ ചേട്ടനാണെങ്കിലും ചേട്ടന്റെ ഒപ്പീനിയൻസ് ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഈ അടുത്തിപ്പോ നടന്ന ഇഷ്യൂസും എല്ലാം അങ്ങനെയാണ്. അപ്പൊ എന്തെങ്കിലും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്? സ്വന്തം ഒപ്പീനിയൻ പറയുന്നത് ഒത്തിരിയുണ്ട്. എന്നെ ഭയങ്കരമായിട്ട്. കാരണം നമ്മൾ പറയുന്നത് എപ്പോഴും സർക്കാർ ആരാണ് ഭരിക്കുന്നത് അവർക്കെതിരെ ആയിരിക്കും. ഭരിക്കുന്നത് ആരാണെന്നുള്ളതല്ല, അതേത് പാർട്ടി എന്നുള്ളതല്ല. നമ്മൾ ഭരിക്കുന്നവരോടല്ലാതെ വഴിയെ പോകുന്നവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ പറയുന്നത് ഭരിക്കുന്ന ഭരണകർത്താക്കളോടാണ്. അവരാണ് നമുക്ക് ചെയ്തു തരേണ്ടത്. അപ്പോൾ അവരോട് പറയുമ്പോൾ ആ പൊളിറ്റിക്സിനെതിരാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കർഷകരിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ നെൽകർഷകരിൽ ഒരു 75%-ഉം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവർക്കത് ചെയ്തു കൊടുക്കുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തെ ആ ഒരു വൈരുദ്ധ്യം മനസ്സിലാവാതെ വരും. പക്ഷെ പലപ്പോഴും നമ്മളിപ്പം ഉള്ള കാര്യം അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി നോക്കിയിട്ടല്ല എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയുമ്പോഴും ഇന്ന പാർട്ടിയിൽ പെട്ട ആൾക്കാരാന്ന് പറഞ്ഞിട്ട് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഒരു ജയസൂര്യയായിട്ടൊക്കെ ഇഷ്യൂലൊക്കെ വളരെയധികം ഇതുണ്ടായി. നമ്മളിതൊന്നും അല്ല, ഓണം വരുന്നു, പൈസയുടെ ഇത് വരുന്നു, ജയസൂര്യയുടെ ഇഷ്യൂ വരുന്നു, പുതുപ്പള്ളി ഇലക്ഷൻ നടക്കുന്നു. ഇതൊന്നും നമ്മൾ കണക്കൂട്ടി ചെയ്തതല്ല. കർഷകന് 5-6 മാസമായിട്ട് പൈസ കിട്ടാതെ വന്നപ്പോൾ അത് ഓണമായി, പുതുപ്പള്ളി ഇലക്ഷൻ വന്നു. ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ഇതൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ അതിനെ നമ്മളെ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി ഒക്കെ അറ്റാക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, നല്ലത് അമ്മയെ തല്ലിയാലും 2 വർഷം എന്നല്ലേ പറയാ. അമ്മയെ തല്ലിയാലും 2 വർഷം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് തീർച്ചയായും അതിൻ്റെ നല്ലതിൻ്റെ കൂടെ നിൽക്കും. നല്ലതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ സൈബർ അറ്റാക്കിന് കാര്യം പറഞ്ഞപ്പോ ഒരുപാട് ട്രോൾസുകൾ ഇറങ്ങിയാണ്. അപ്പൊ ഒരു ട്രോൾ ഇപ്പൊ കാണിച്ചത്, അപ്പൊ ഇത് കണ്ടിരുന്നോ? ബാദുഷാ ഖാൻ. അപ്പൊ ഇത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അല്ല, ഈ കൊറോണ സമയത്ത് ഒത്തിരി പേര് ഈ ഇതുപോലുള്ള റീൽസുകൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി പേര് അതുമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പടം എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു പടമാണ്, ചാവേർ പടം എന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ആ ക്യാരക്ടർ
എങ്ങനെയാണെന്നറിയില്ല. അത് ഈ പറഞ്ഞ ഈ ആൾക്കാർ അത് ട്രോളാക്കി ഇത് ചെയ്തു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹിറ്റായ ഒരു സംഭവമായി ഈ ബാദുഷാക്കാരൻ എന്ന് പറയുന്നതാണ്. ഇപ്പം ഞാനൊരു പടത്തിൽ ചെയ്യുന്നുണ്ട്, ഒമർ ലുലുവിൻ്റെ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ക്യാരക്ടറിൻ്റെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് ചെയ്തിരിക്കും. അപ്പൊ അവരും കണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം കണ്ട എന്നെ വിളിച്ചിരിക്കും. അതെ അതെ. അല്ല, ചിലപ്പം ഞാൻ ചോദിക്കുന്നത്, ചിലപ്പം പുതിയ തലമുറയിൽ എന്നെ അറിയാത്തവർ കാണും. അപ്പൊ എന്നെ അറിയാത്തവർ അറിയാൻ ചിലപ്പോൾ ഇതൊക്കെ ഒരു കാരണമാവും. നമ്മൾ എപ്പോഴും ഇപ്പം പണ്ട് പറയുമായിരുന്നു, ഏറ്റവും വലിയ ഗായകനായ അദ്ദേഹത്തോട് ഫ്ലൈറ്റിൽ പോയപ്പം അടുത്തിരുന്ന ആൾ ചോദിച്ചു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച കാലമാണ്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും. നമ്മളെല്ലാവരും അറിയണമെന്നും നമ്മൾ എല്ലാത്തിൻ്റെയും സർവജ്ഞ പീഠം കയറിയ ഒരാളാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ എല്ലാവരെ പോലെ നല്ലതും ചീത്തയും അനുഭവിച്ച് അറിഞ്ഞ് എന്നാൽ ചില കാര്യങ്ങളിൽ പ്രതികരിക്കും. അത് നമ്മുടെ ഒരു എന്താ പറയുക, ജന്മനായുള്ള ഒരു കാര്യമാവാം. അതിനകത്ത് നമ്മൾ ഗുണം ദോഷം അതിൻ്റെ ബെനിഫിറ്റ് നോക്കിയിട്ടല്ല, അതിൻ്റെ റിയാലിറ്റി നോക്കി മാത്രമാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സിനിമയാണെങ്കിൽ റിലീസിന് എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? അല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുതിയ ഇതിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആക്ഷനും ക്രൈമും ഒക്കെയുള്ള പടങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ ഒരു പടമാണ് മായമ്മ. തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, അത് വിജയിപ്പിക്കണം. നന്ദി. സാർ പറഞ്ഞ പോലെ തന്നെ പടം വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. സാറിന്റെ അപ്കമിങ് മൂവീസിനും ഇനിയും നല്ല റോൾസ് കിട്ടാനും ആശംസിക്കുന്നു. സന്തോഷം.